ഫാസിൽ ഗെയിമിൽ. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് എങ്ങനെയാണ് നമ്മളൊരു ഡിഫെൻസ്, അതായത് ഒരു ഫൈറ്റിംഗ് ഡിഫെൻസ്, ഒരു ഫൈറ്റും അതായത് ബേസിക് ആയിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുംഫു നമ്മൾ പഠിക്കുമ്പോൾ എന്നല്ല, കുംഫു എന്നല്ല, ഏത് മാർഷൽ ആർട്സ് നമ്മൾ പഠിക്കുമ്പോഴും അതായത് ഫൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഒരു കഴിവുകൾ കൊണ്ടാണ് നമ്മൾ ഈ കുംഫുവിൻ്റെ എന്നല്ല ഏത് മാർഷൽ ആർട്സിൻ്റെയും ഫൈറ്റിൻ്റെ ടെക്നിക്സ് നമ്മൾ സ്വയം ട്രെയിനിങ് ചെയ്ത് ഇമ്പ്രൂവ് ആവണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കുംഫു സ്കൂളിൽ ചേർന്നാലും ഒരു കരാട്ടെ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള സമയത്ത് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ നാട് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഒരു ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം ട്രെയിനിങ് വേണം. പിന്നെ നമ്മളും ഹോം വർക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോണേറ്റ് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാവുന്ന സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബേസിക് സ്റ്റെപ്പ്, അതായത് ഫൈറ്റിംഗ് സ്റ്റാൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫൈറ്റിംഗ് സ്റ്റാൻസ് കുംഫു നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ഫൈറ്റിലും നമുക്ക് പോയി നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫൈറ്റിംഗ് സ്റ്റാൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാം. ഫൈറ്റിംഗ് സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ കാല് കട ഫുൾ ലോഡ് ബാക്കിലെ കാലിൽ കൊടുത്തിട്ട് ഫ്രണ്ടിലെ കാല് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊന്ന് വെക്കുക. അപ്പോൾ അത് ഫൈറ്റിംഗ് സ്റ്റാൻസ് എന്താ പറയാ, ഡിഫറെന്റ് സ്റ്റൈലുണ്ട്. ഇപ്പൊ ഷോർട്ട് ഓഗൻ കരാട്ടെ ആണെങ്കിൽ ഇത് ഇങ്ങനെ വെക്കും. അവർ ബാക്ക് സ്റ്റാൻസിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക. ഫ്രണ്ടിലെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം. ഇതേ സ്റ്റൈലിൽ ബാക്കിലെ കാല് ഇങ്ങനെ ലോഡ് കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വേക്കിഷൻ, കരാട്ടെ, ഫുൾ കോണ്ടാക്ട്, കുംഫു അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നതാണ്. നമ്മുടെ കാല് നേരെ ക്രോസ് ആയിട്ട് വെക്കുക. ഫൈറ്റിംഗ് സ്റ്റാൻസിൽ കാല് ഇങ്ങനെ വെക്കുക. ചില ആൾക്കാർ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കരുത്. നമുക്ക് എങ്ങനെ വെക്കാൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂവിങ് സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ട, നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ബാക്കിലെ കാല് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ബാക്കിലെ കാലുമ്പോൾ ലോഡ് കൊടുത്ത് ഫ്രണ്ടിലെ കാല് അഥവാ ഒരു കിക്ക് വന്നു കഴിഞ്ഞാലും ഫ്രണ്ടിലെ കാല് ബെൻഡാക്കി കഴിഞ്ഞാലും നമുക്ക് സേഫായിട്ട് രക്ഷപ്പെടാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഹാൻഡ് ഗാർഡ് ചെയ്യുക. കണ്ട, ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാല് കണ്ട റൊട്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്നത്, നമ്മൾ കുംഫു ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടിനെസ് വേണം. ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ ഫൈറ്റ് ചെയ്യണത് ഇപ്പോൾ നാട്ടിലും ഒരുപാട് സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കയറി ഒരേ മൂവ്മെന്റ് മാത്രമേ ചെയ്യുള്ളൂ. നേരെ പോവുക, താഴെ വരിക. നോ, ഫൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ സർക്കിൾ മൂവ്മെന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സർക്കിൾ മൂവ്മെന്റ് പഠിക്കുന്നതിന് നമ്മൾ കണ്ട ഫസ്റ്റ് നമ്മൾ ബേസ് ചെയ്തു. കണ്ട, ഇതൊരു ബേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിൾ കണ്ട ബാക്കിലെ കാര്യം കണ്ട റൊട്ടേറ്റ് കമോൺ റൊട്ടേറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പഠിച്ചു. ഇനി ജസ്റ്റ് ഫസ്റ്റ് ജാബ് പഞ്ച് ചെയ്ത് പഠിക്കണ്ട. ജാബ് നമ്പർ 1 ജാബ്, യെസ്, 2 3 4. ഇനി ഒരു മൂവ് ചെയ്യുക. 1 സ്റ്റെപ്പ് ഫോർവേഡ്, മൂവ് ആൻഡ് പഞ്ച്. 1 2 3 4 5 6 7 8 9 10. ഇനി സ്ലൈഡ് ചെയ്ത് ബാക്കിലേക്ക് അറിയാം. എങ്ങനെ സ്ലൈഡ് ചെയ്ത്, ഇപ്പൊ നമ്മളൊരാള് ഫൈറ്റിന് അവിടെ ഒരാൾ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോൾ കൂടുതലൊന്നും പഠിക്കണ്ട. നമ്മൾ ഡിഫെൻഡ് ഹൗ ടു പഞ്ച്, ഹൗ ടു ഡിഫെൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബാക്ക്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ജാബ്, ബാക്ക്. അടുത്തത് 1 2 1 2 back, 1 2 back, 1 2 back, 1 2 back, straight back, 1 2 back, again 1 back, again do 2 jab, 1 back, 1 punch back, jab,
punch and back. 1 1 punch. 1 1 punch and back. 1 1 punch and back. Back. Again. Back. 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 1 2 1 2 3. 1 2 3. 1 2 3. 1 2 3. 1 2 3 4. 1 2 3 4. Again. 1 2 3 4. ഒന്ന് നമ്മൾ പഠിച്ചത് ജാബ്, പഞ്ച്, സർക്കിൾ. ഈ ബേസിക് പഠിക്കുക. വേറെ അപ്പർ കട്ടോ ഹുക്കൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ചില ഇതിൽ നമ്മൾ അപ്പർ കട്ട് വരെ പഠിച്ചാൽ മതി. ചിലതിൽ നമ്മൾ ഫേസ് പഞ്ച് ചെയ്യാൻ പറ്റില്ല ചില സ്ഥലത്ത്, അതായത് ഫുൾ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പഞ്ച് ആൻഡ് ബാക്ക്. ചില സ്ഥലത്ത് പഞ്ചും മാത്രം, ചെസ്റ്റ് ലെവൽ പഞ്ച്. അപ്പോൾ ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക, ഒരു ടൈം ടേബിൾ പോലെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ബേസിക് വീട്ടിൽ ട്രെയിനിങ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ താങ്ക് യു സോ മച്ച്. ഓസ്.